ഡ്രൈവർ മാർക്കറ്റ് അടി കിട്ടി. ഓ ശരി. ലേബർ മാർക്കറ്റ് കിട്ടി. ഇത് നല്ലൊരു നീലരവി കുട്ടി അല്ലേ? നീലരവി കുട്ടി നോക്കി ആ ഒരു 4 കാലും അതുപോലെ തന്നെ വാലും തലയെല്ലാം തന്നെ ആ ഒരു വെള്ള ഭൂരി പറഞ്ഞ നിപ്പുണ്ടല്ലേ? അത് കൊടുത്തല്ലേ? അത് കൊടുത്തതല്ലേ? ഇവനെ കൊടുത്ത ഭൂരിനെ കൊടുത്തതാണ്. നമ്മള് ക്വാളിറ്റി നമ്മള് പറയുന്നത്. നമ്മുടെ കുട്ടികള് ഇവിടെ ഇരുന്ന വരെ വന്നതിനകത്തൊരു മോശം ലോഡ് നമ്മൾ ചെയ്തിട്ടില്ല. നമസ്കാരം. ഇന്ന് കേരളത്തിൽ വളരെ കുറച്ച് ഫാമുകൾ മാത്രമേ ഉള്ളൂ ഹരിയാനയിൽ നിന്ന് മുറ പോത്തൂട്ടിൽ വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഉള്ള ഏറ്റവും മികച്ചൊരു ഫാമുള്ളതാണ് നമ്മുടെ ചേർപ്പുങ്ങൽ മുറ ഫാം. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു മാസം ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലോഡ് പോത്തിനെ നമ്മുടെ ഗോശാലക്കാർ കൊണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം സ്ഥിരമായിട്ട് ഇപ്പോൾ ലോഡുകൾ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഈ ആഴ്ച ഉണ്ടായിരുന്നു. ഈ വരുന്ന ആഴ്ചകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഹരിയാനയിൽ നിന്ന് എടുത്ത് തന്നെ പറയാം കേട്ടോ. അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തോട്ടികൾ നമ്മുടെ ചേർപ്പുങ്ങൽ മുറ ഫാമിലുണ്ട്. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. 52 പോത്തുകുട്ടികൾ, അതിൽ തന്നെ 3 എരുമക്കുട്ടികൾ ഉണ്ടായിരുന്നു. നെൽരവി ഉണ്ടായിരുന്നു, ഭൂരി ഉണ്ടായിരുന്നു, ബാക്കിയുള്ള മുറയാണ്. അപ്പം ബാക്കിയുള്ള കുട്ടികളാണ് ഈ ഒരു ഷെഡിനകത്ത് നിൽക്കുന്നത്. അപ്പം ഇപ്പൊ തന്നെ പൊതുവെ ഓഫ് സീസൺ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള പല ഫാമുകളിലും കുട്ടികൾ വരുന്നില്ല. നമ്മുടെ ചാനലിനകത്ത് അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ കുറവ്. അപ്പോൾ ഒരു വളരെ കുറച്ച് ഒരു 4-5 ഫാമുകൾ മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള കച്ചവടമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ വില കൂടിയുകൊണ്ടും അതുപോലെ തന്നെ റൂട്ടിൽ കണ്ടമാനം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേർപ്പുങ്ങൽ മുറ ഫാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 10 ദിവസം കൂടുമ്പോൾ ഒരു ലോഡ് എന്നുള്ള രീതിയിൽ ഒരു ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ചേർപ്പുങ്ങൽ മുറ ഫാമായിട്ട് കോൺടാക്ട് ചെയ്ത നമ്പറൊക്കെ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളുടെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ജിമേ ഒരു 2 മാസമായിട്ട് എന്ത് ഫാമില്ലായിരുന്നു ഇവിടെ? എവിടെ പോയതായിരുന്നു? ഹരിയാനയിലായിരുന്നു. കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ അച്ഛനാണ് സംസാരിച്ചത്. അപ്പൊ 2 മാസമായിട്ട് ജീവനില്ല. 2 മാസത്തിന് ശേഷം അപ്പൊ അവിടെ പോയി നിന്ന് സെലക്ട് ചെയ്തതിന്റെ ഗുണങ്ങളാണ് നമ്മുടെ ഈ കുട്ടിക്ക് അത് കാണുന്നല്ലേ? കാണാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ ലോഡിന് ഞാൻ ഇവിടം വരെ കോയമ്പത്തൂർ വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ അവിടം വരെ വണ്ടിക്ക് തിരിച്ചു കണ്ട് അവിടുന്ന് പിന്നെയും പോയി. ഓക്കെ. അപ്പൊ ഇപ്പൊ ഫുള്ള് റൂട്ടില് നമ്മുടെ വണ്ടി റോഡിൽ തന്നെ ഉണ്ടോ ഫുൾ ടൈം? പ്രശ്നം കേട്ടോ, കണ്ടവാനും പ്രശ്നമാണ്. ഇപ്പം ഇന്ന് വന്ന ലേബർമാർക്ക് സൗണ്ട് പോലെയായിരുന്നു. അവന്മാർക്ക് അതുപോലെ ഉപദ്രവം, റൂട്ടിൽ കണ്ടവാനും പ്രശ്നങ്ങളാണ് ഇപ്പൊ. ഓ ശരി. പൈസ കൊടുത്താലും പൈസ മേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മേടിക്കും. 23,000 രൂപ ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തു. സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള 23,000 രൂപ കൊടുത്തിട്ട് ഒരു 50 കിലോമീറ്റർ മുമ്പിൽ ചെന്നാൽ പിന്നെയും മേടിക്കാൻ വേണ്ടി 50,000 മേടിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. ഓ ശരി. ഇവരെല്ലാം ഒരു ചെയിനായി മാറില്ലേ? ഓ ശരി. അപ്പൊ അത് പൈസ വാങ്ങിച്ചിട്ട് അടിയും കിട്ടും. പൈസ മേടിക്കും. പൈസ ആദ്യം അടി കഴിഞ്ഞിട്ട് പൈസ മേടിക്കും. മേടിച്ചിട്ട് വേണ്ടി പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഗോശാല കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലോഡ് പോയതാണ്. നമ്മൾ ജാനുവരി നമ്മുടെ ഫാമിലി ലോഡില്ലായിരുന്നു, ഗോശാല പോയേക്കുമായിരുന്നു അല്ലേ? ഗോശാല പോയി. അത് കുറെ ശ്രമിച്ചിട്ടും കിട്ടിയില്ലത്. ഇല്ല. വണ്ടിയുടെ ബുക്ക് വേണം. ബുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ എത്ര ഓരോരോ കാരണങ്ങളാണ്. പേരുണ്ടെന്ന് അറിയിക്കുന്ന സംഭവം വേണം. അത് വേണം, ഇത് വേണം. അതുപോലെ തന്നെ പോത്തിനെ കൊണ്ടുവരുന്ന ലൈസൻസ് കൊടുത്തപ്പോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പുള്ളി വാദിക്കുന്നത്. ഒറിജിനൽ കൊടുത്തു നമ്മള്. നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസിന്റെ അതുവരെ കൊടുത്തിട്ട് അതോ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്താന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ ലോഡ് ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഒരു 3 ലക്ഷം രൂപ കെട്ടി വെക്കാൻ പറഞ്ഞു, ഓർഡർ ഇടാന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപയും കൊടുത്തു. അപ്പൊ എല്ലാം കൂടി 10 ലക്ഷം രൂപ അവിടെ പോയി. പൈസ കൊടുത്ത് ഞാൻ ഓർഡർ മേടിച്ചു വെച്ചിട്ട് തരത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ തിരിച്ചു പോയി. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലേ? പോത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പരിപാടിയാണ്. അതെ, അത് ഹരിയാനയിൽ കൊണ്ടുവരുമ്പോഴേ. വേറെ അടുത്തുള്ള സ്ഥലം നമ്മൾ തമിഴ്നാട്, ആന്ധ്ര ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എത്തും. അതുമല്ല ഈ പറയുന്ന വിലയും നമുക്കൊരു 120-നൊക്കെ അല്ല 100-ന് വേണേ കൊടുക്കാം. കിട്ടത്തില്ലല്ലേ? ഓ ശരി. ഇപ്പൊ ഈ പറയുന്ന ആന്ധ്ര കുട്ടികൾക്ക് ഈ ഒരു ക്വാളിറ്റി എന്തായാലും കാണത്തില്ല. നമ്മൾ ഈ സ്കീമിന് കൊടുക്കുന്നതായാലും എല്ലാം മുറ പോത്തിനെ തന്നെ അല്ലേ? അവരവരെ ഹരിപ്പാടിൽ നിന്ന് വന്നിട്ട് അവർക്ക് ആരോ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് കൊടുത്താണ്. ആന്ധ്ര കുട്ടിയെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാണ്ട് ഇവിടെ വന്ന് എടുക്കാൻ വന്നു. ഓക്കെ. അത് ഹരിപ്പാട് നിന്ന് വന്നത്. വേറെ ഏതോ ഫാമുകാര് ഈ മുറ എന്ന് പറഞ്ഞ കൊണ്ട് ആന്ധ്രയെ കൊണ്ട് കൊടുത്തു. എണ്ണയൊക്കെ തൂത്തെന്താ കൊടുത്തെന്ന് അവര് പറയുന്നത്. ഓ ശരി. അതുപോലെ തന്നെ ഉണ്ട് കൊല്ലത്തുനിന്ന് കസ്റ്റമർ ഉണ്ട്. അവരെല്ലാം വന്നിട്ട് പോയി. അവരെല്ലാം വന്നിട്ട് നമുക്ക് ഓർഡറിനൊരു കുറവില്ല, കച്ചവടം ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തില് എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 5-ൽ താഴെ ഫാമുകളിലാണ് സ്ഥിരമായിട്ട് പോത്തുകുട്ടികൾ വരുന്നത്. മുറ പോത്തുകുട്ടികൾ വരുന്നത്. 5 ഉണ്ടോ സംശയമാണ്. നമ്മൾ ആ ചെയ്യുന്ന അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇപ്പൊ തന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ചാനലിനകത്ത് പോത്ത് ഫാമിന്റെ വീഡിയോ കുറവാണ്. അപ്പൊ കാരണം കുട്ടികൾ ഹരിയാനയിൽ നിന്ന് വരുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഹരിയാനയിലായാലും ശരി, യുപിയിലായാലും അവിടെ വില കൂടിയിട്ടുണ്ടല്ലേ? അവിടെ വില കൂടിയിട്ടുണ്ട്. പിന്നെ റൂട്ടിലെ പ്രശ്നങ്ങൾ കണ്ടമാനമാണ്. ഓക്കെ. എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ആരും ചെയ്യുന്നില്ല. ഈ എന്തിനാ കയ്യിരിക്കുന്ന പൈസ കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് വരുന്നത്? അതെ, അടിയും വാങ്ങിച്ചിട്ട്. കാരണം ആരും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്
സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കച്ചവടം കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ അവരോട് പോത്തില്ല അതില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തെ ബാധിക്കുന്നത് റെഗുലറായിട്ട് ചെയ്യുവാണ് നമ്മള്. പക്ഷെ ആ സ്ഥാനത്ത് യു പി എന്നുള്ള ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് റിസ്ക് ഇല്ല. പക്ഷെ ഇത്ര നല്ല കുട്ടികളെ കിട്ടത്തില്ല, ക്വാളിറ്റി കിട്ടത്തില്ല. ശ്യാമേട്ടൻ തന്നെ പല സ്ഥലത്തും പോയി വീഡിയോ എടുക്കുന്നത്, ഏജന്റ് കൊടുക്കുന്ന ഫാമുകളിലെ കുട്ടികളെ നോക്കി ഇത്ര ഒരേപോലത്തെ കുട്ടികൾ ഒരിടത്തും വരുന്നില്ല. ഇതെല്ലാം പല തൂക്കമായാലും ക്വാളിറ്റി ഒരേപോലത്തെ കുട്ടികൾ എവിടെയും അങ്ങനെ കുറവായിരുന്നു. കുറെ ഫാമുകാർ ഇപ്പം കുട്ടികളെ അവിടെ വില കൂടിയാണ് കുറെ ഫാമുകാർ കൊണ്ടുവരാത്തത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇവരെപ്പോലുള്ള കുറെ ഫാമുകാർ 3-4 ഫാമുണ്ട്, അത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അറിയത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, അവിടെ 120 കിട്ടും, ഇവിടെ 125 കിട്ടും. നിങ്ങളുടെ പോത്തിന് തന്നെ വ്യത്യാസം ഉണ്ടോ? അത് വന്ന് കണ്ടു നോക്കണല്ലേ. ഞാൻ പറയും എന്റെ പോത്തുകൾക്ക് വ്യത്യാസമുണ്ട്, ഹരിയാന കുട്ടികളാണ്, അതിന്റെ വ്യത്യാസം കാണാനുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ എവിടുന്നായാലും നിങ്ങൾ പോയി നിങ്ങളുടെ ഈ വില കുറച്ച് തരുന്ന ആൾക്കാരുടെ പോയി ഫാമുകളിൽ പോയി കാണുക, ഇവിടെ വന്ന് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ നമ്മൾ കൊടുത്തിട്ട് വളർന്ന കുറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ പോത്തിനെ കൊണ്ടുപോയി മേടിച്ചു, കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വേറെ ആൾക്ക് കൊടുത്തു, ഇപ്പൊ ഷാമിയോടിന് വന്നു, നിങ്ങൾ അതിന്റെ വളർച്ച കാണിക്കുന്നെങ്കിലും ഉണ്ട്. ബാക്കി എത്ര പേര് അങ്ങനെ കാണിക്കുന്നുണ്ട്? അതെ, എല്ലാ ലോഡ് നമ്മൾ സ്ഥിരം ഇവിടുത്തെ ലോഡിന്റെ വീഡിയോ മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഇവിടുത്തെ കുട്ടികളുടെ വളർച്ച നമ്മൾ അടുത്ത അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഇപ്പൊ തിരക്കായി ഇപ്പൊ അടുത്ത ആഴ്ച തൊട്ട് നമുക്കൊരു നമ്മൾ ഈ 20 കിലോമീറ്റർ ചുറ്റളവിൽ കൊടുത്ത ഒരു 10-20 പോത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ നമുക്കത് കാണിക്കാം, കാരണം നമ്മളെ ആൾക്കാർ കാണണം. നമ്മൾ വെറുതെ ഈ ക്വാളിറ്റി എന്ന് പറയാൻ അല്ലാതെ അതിന്റെ വളർച്ച നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഈ പ്രാവശ്യം എത്ര കുട്ടികളുണ്ടായി? നമുക്ക് പ്രാവശ്യം ചേട്ടാ 52 കുട്ടികൾ വന്ന, ഇനിയിപ്പോ ഒരു 10-20 എണ്ണത്തോളം മിച്ചമുണ്ട്. അതിന് വൈകിട്ട് ഇനിയിപ്പോ വൈകുന്നേരം കേട്ട് പോകാനുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ വന്നതിന്റെ ക്ഷീണത്തിൽ എല്ലാരും കിടക്കുന്നത്. ഇതിനകത്തൊരു കുട്ടിയെ പോലും തിരിവ് കുട്ടി എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനില്ല. ഓക്കെ, എല്ലാത്തിന്റെയും കൊമ്പ് ഷേപ്പ് ഇടനീളം വാലടക്കം. പിന്നെ ഒരു 3 എരുമയുണ്ടല്ലേ? 3 എരുമയുണ്ട്. ഞാൻ തോർണത്തെ കൊടുത്തു, ഇനി 2 എരുമ മിച്ചമുണ്ട്. ബാക്കിയുള്ള കുട്ടികളാണ്. എത്ര തൂക്കമാണ്? എന്നാ തൂക്കമുള്ള കുട്ടികളുടെ പ്രശ്നം? 140 കിലോ ആവറേജ്. ഒരു 52 കുട്ടികൾ അല്ലേ? 52 കുട്ടികൾ. 53 എണ്ണം കയറ്റി തോന്നുന്ന വഴി ഡാമേജ് ആയിപ്പോയി. ഓക്കെ, ഡാമേജ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന പരിപാടിയില്ല, കൊടുക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ലോഡ് എന്നാ വരുന്നത്? അടുത്ത ലോഡ് നമുക്ക് ഒരു 5 ദിവസത്തിനുള്ളിൽ 5 ദിവസത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് ചാനലിനകത്ത് ഇന്ന പറയാൻ പറ്റത്തില്ല, നമുക്ക് അതെ ഇന്ന ദിവസം പറയാൻ പറ്റത്തില്ലല്ലേ, ഒരിക്കലും നമുക്ക് ഇന്ന ദിവസം വരുമെന്ന് ചാനലിൽ പറയാൻ പറ്റത്തില്ല. അത് വണ്ടി കാണിക്കാൻ പറ്റത്തില്ല, ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരു 3 മഹാരാഷ്ട്ര മധ്യപ്രദേശ് വന്ന് പോത്തുണ്ടോ മുറയുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ ആൾക്കാരാന്ന് നമുക്ക് പറയാനില്ല. നമ്മളായിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടി ഓട്ടിയത് ഒരു മലയാളി തന്നെയാണ്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെയാണ് ഫാമിലെ കുട്ടികളിലെ കണ്ടല്ലോ, എല്ലാ കുട്ടികളും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളാണ് ഈ ഷെഡിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ നമ്പറിലുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.